ഞാൻ കുടിച്ച് ബോധമില്ലായിരുന്നു. മേലിൽ കുടിക്കില്ലെന്നും ബോധമറ്റ് പ്രവർത്തിക്കില്ലെന്നും രാമണിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുത്തു. No, by train. Velayan! Velayan! എന്തോ? നീ ഏതാ? ഞാൻ രാമുണ്ണി. എന്താ അവിടെ കാര്യം? ഒരു ജോലിക്ക്. ജോലിയോ? കടന്നു പോവാൻ. നിൽക്കൂ, അവിടെ നിൽക്കൂ. ഇവൻ എവിടെയും പോയില്ല, ഇവിടെ താമസിക്കും. മോനുള്ള ഉത്തരവാണ്. ഈ വീട്ടിലെ ചങ്ങലക്കിടാത്ത പട്ടിയാണ്. സ്ഥലം കിട്ടിയാൽ ആരും കടിച്ചു കയറും. പേരെന്തെന്നറിയോ? വീരയ്യൻ. വീരത്തുള്ളൂ, അയ്യത്തില്ല. എനിക്ക് രണ്ടുണ്ട്, വേലയും അയ്യത്തും. അതാണ് ഞാൻ വേലയില്. പക്ഷേ ഭൂമിയിൽ നോക്കി നടക്കണോ? വാ. നീ ഇവിടെ താമസിക്കാൻ പോകുന്ന ആളല്ലേ? ഇങ്ങനെ പറയുന്നത് കേൾക്കും, കാണും. ശ്രദ്ധിക്കും. കള്ളന്മാരെയും കൊലപ്പുള്ളികളെയും ജയിലിലേക്ക് അയക്കുമ്പോ കോടതി ഇന്ന മുറി എന്ന് വിധിക്കാറില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു ഇതാണ് കടവറ. വലുതാലോചിച്ച് ചോദിക്കോ? എന്താ പേര് മറന്നുപോയി? രാമുണ്ണി. അത് മാറും. ഇന്നോ നാളെയോ രാമുണ്ണിയുടെ ഉള്ളി ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഈ അങ്ങോട്ട് വെക്കും. അപ്പൊ എന്തായി? രാമയ്യൻ. എന്തിനാ പേര് മാറ്റുന്നത്? അതൊന്നും എന്നോട് ചോദിക്കരുത് പോലും മോനെ. അതെല്ലാം ജയന്തി അമ്മയുടെ ക്രിയകളാണ്. ഇവിടുത്തെ ഡ്രൈവർ വീരരാഘവൻ വീരയിനെ, ഈ വേലപ്പൻ വേലയിനെ. ഇവിടുത്തെ പട്ടി ഉണ്ടല്ലോ, അതിനെ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോ ടൈഗർ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് പേരല്ലേ? അതിപ്പോ ടയ്യൻ. അങ്ങനെ ആദ്യ പേര്, പിന്നീട് സ്വഭാവം, ഒടുവിലാവുമ്പോ നമ്മുടെ ശരീരം തന്നെ അങ്ങോട്ട് മാറും. മോനെ, തെറ്റ തള്ള കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തിനാണ് ഏറെ പറയുന്നത്? ഈ ഞാൻ തന്നെ ഇവിടെ വരുമ്പോ എന്തൊരു കളറായിരുന്നു, ചുവന്ന് അങ്ങനെ ചുവന്ന് ആപ്പിൾ പോലെയായിരുന്നു. കണ്ട പൂവമ്പഴം പോലെ ഇരുന്നു. ഇപ്പൊ ഞാൻ പൂവമ്പഴത്തിന്റെ തൊലി ഉണങ്ങിയതുപോലെ. നീ പാതാള ഭൈരവി കണ്ടുള്ളൂ? സിനിമ ഇല്ല. ഭൂതത്തിന്റെ കഥയാണ്. അതുപോലൊരു ഭൂതത്തിന്റെ കഥ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ആരാണ് ഭൂതം, ആരാണ് മനുഷ്യന് തിരിച്ചറിയില്ല. ഭൂതമായാലും മനുഷ്യനായാലും ഇതിനകത്ത് പെട്ടവരാരും തിരിച്ചു പോയില്ല. നിനക്ക് പേടി തോന്നുന്നുണ്ട്? ഇല്ല. മിടുക്കൻ. എന്നിട്ട് അങ്ങോട്ട് ഇല്ലടോ. എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല. നിനക്ക് ഒരു ശവപ്പെട്ടി ഉണ്ടാക്കാൻ എത്ര മരം വേണ്ടി വരും നോക്കിയായിരുന്നു. നടക്കടോ.
നടക്കട. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും വരണ്ട. മുത്തയ്യ ഞാനാ. പിന്നെ ഇവനൊരു ബെഡ് കോഫി കൊടുക്കണം. പിന്നെ ബെഡ് കോഫി ചായ അയച്ചോ കാപ്പി അയച്ചോ അതെങ്ങനെ വേണമെങ്കിൽ നീ കഴിച്ചോ. പിന്നെ കഞ്ഞി അതൊന്നും ഇവിടെ കിട്ടില്ല. കാരണം മുത്തയ്യക്ക് നാടൻ പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ല, വെറും പച്ചക്കറി, അതും പച്ചയോടെ. പിന്നെ കോഴിമുട്ട അതൊരു 10-500 കഴിക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ കുളിച്ച് റെഡി ആയിട്ട് വിടുന്നു, ഞാൻ ഡ്രസ് എടുത്തു തരാം. മുത്തയ്യ അല്ല അവിടെ നിന്ന് പോരാ. എങ്ങോട്ടാ? അകത്ത് പോ. ഇല്ലേ? തുടരുതല്ലേ, അവളെ പിടിക്കൂ, ഇല്ലെങ്കിൽ അവളെന്നെ കൊല്ലും. എന്റെ ഡാഡിയെ കൊന്ന പിശാച്. നിനക്ക് വേണ്ടി എന്റെ സ്വത്തല്ലേ, എടുത്തോളൂ, എന്നെ വെറുതെ വിട്ടേക്കൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോവളെ. നീ എന്താ അവിടെ നിൽക്കുന്നത്? പോവട്ടെ. പേടിപ്പിക്ക. ഇറങ്ങടോ, ഇതോടെ കഴിച്ചില്ലേ, മരിച്ചിനെ പറ്റില്ലേ. മോളെന്നുള്ള ഉത്തരവാണ്. എണ്ണ തേച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് ഇട്ട് കൊണ്ടിച്ചല്ലേ. ഇറങ്ങിക്കോ, ഇറങ്ങണോ. ഇങ്ങോട്ട് ഇട്. മറ്റേ കാലം പണ്ടറിഞ്ഞത് എന്തോരിത്. എന്താ കഴിച്ചേ? പിന്നെ കാര്യം ഇങ്ങോട്ടർക്ക് ഇങ്ങോട്ട് ഏത് കാട്ടുന്ന അങ്ങോട്ട് ഇങ്ങനെ ഒക്കെ ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് ഇതേ കൈ കൈ അങ്ങോട്ട് അങ്ങോട്ട്. ഇതടിച്ചാലങ്ങോട്ടേ. അപ്പൊ എന്റെ അളവ് തെറ്റിയില്ലേ? അയ്യേ വൃത്തിയോട്ടെ സേഫുണ്ടോ. ഇനി പുറപ്പെട്ടോ. എങ്ങോട്ട്? എസ്റ്റേറ്റിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ച് നമുക്കെന്നെ ദോഷം. അപ്പോ പോ. ഈ മരുന്ന് വേഗം വാങ്ങിച്ചു കൊടുക്കും. കുത്തിവെക്കാനാണോ ഡോക്ടർ? ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഏയ്, എന്തിനാ കുഴിക്കുന്നത്? ഏയ്, എന്തിനാ കുഴിക്കുന്നത്? സംസാരിക്കില്ല, പൊട്ടനാ. നീ ഇങ്ങോട്ട് വാ. വാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? ഇല്ല. ഞാൻ ധാരെ കൊണ്ടൊന്ന് വായിപ്പിക്കുന്നത്. എന്താ ഇത്? ഡോക്ടർ ശാന്തി കുഞ്ഞിന് എഴുതുന്ന മരുന്നാ. എനിക്കൊരു സംശയം, വിഷാണോ? പോയിസൺ. എന്തിനാ വിഷം? കുത്തിവെച്ച് കൊല്ലാൻ. എങ്കിലും സ്വത്ത് അവർക്ക് കിട്ടൂ. ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാനോ ഇവനെ കുഴിച്ചു മൂടിയല്ലാതെ
ഇവിടെ ജീവിക്കാൻ പറ്റില്ല. രാമുണ്ണി എവിടെ? താഴെയുണ്ട്. ഇവിടത്തെ കാര്യങ്ങൾ വല്ലതും നീ അവനോട് പറഞ്ഞോ? ഇല്ല. ഇല്ലേ? ഞാൻ ശാന്തിക്കുഞ്ഞിന് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് ഡോക്ടർ ഒന്ന് കുത്തിവെക്കുന്നതെന്നും പറഞ്ഞു. ഇനി പറയില്ല. വേലയിന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ രാജഗോപാലിന് നിന്നെ കുറിച്ച് സംശയങ്ങളുണ്ട്. പുറത്തു പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ. അത് വെളിപ്പെടുത്തിയാൽ പിന്നെ വേലയിനെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. സൂക്ഷിച്ചോളൂ. വേലയും പൊയ്ക്കോളൂ. എന്താ? ഇന്നും നാട്ടിൽ നിന്ന് എത്തുണ്ടായിരുന്നു. അമ്മാവിന്റെ കല്യാണക്കാര്യമായിരിക്കും. ഇനി താമസിച്ചാൽ പറ്റില്ലെന്നാണ് അമ്മാവിന്റെ എഴുത്തിൽ. എന്നാൽ ഉടനെ പുറപ്പെട്ടോളൂ. ഉറപ്പണ്ണല്ലേ വധു? അമ്മാവിന്റെ മകളാ. പേര് വധു എന്നല്ല, കാർത്തിയായിനി എന്നാ. കാർത്തിന്ന് വിളിക്കൂ. കാർത്തി എങ്ങനെയാണ്? കാഴ്ചയിൽ സുന്ദരിയാണോ? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരിക്കും. എനിക്കിഷ്ട. കല്യാണം കഴിഞ്ഞാൽ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ? വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പുലർത്താനുള്ള ശേഷി നിനക്കുണ്ടോ? എനിക്ക് ഇപ്പൊ സുഖമൊന്നുമില്ല. മുമ്പത്തെ ശ്വാസം മുട്ടലൊക്കെ നിന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ചെറിയ പടം. മേലെ കല്യാണ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അല്ല, അപ്പൊ അമ്മ എന്തൊരു സങ്കടം. ഈ തറവാട് ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിച്ച അസത്തെ നിലനെ കൊല്ലും. ഇനിയും ഇത് ആവർത്തിച്ചാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളും അനന്തരങ്ങളും ഇല്ലെന്ന് ഞാൻ കരുതും. ഈ വീട്ടിൽ നിന്ന് രണ്ടിനെയും അടിച്ചു പടിയിറക്കി പിണ്ണം വയ്ക്കും. എന്റെ പൊന്നു മോളെ, നിനക്ക് എന്തു പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല. അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല. ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ് രാമുണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേണ്ട. ഈ വേഷത്തിൽ എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഞാൻ പോകുന്നു. ഓഹോ, യാത്ര ചോദിക്കാൻ വന്നാണല്ലേ? നാട്ടിലേക്കായിരിക്കും. അമ്മുവിനെ കാണാൻ. അതോ ശ്രീദേവി കുഞ്ഞമ്മയോ? അത് നിങ്ങൾ അറിയണ്ട. അറിയാം. നീ ആരാണെന്നും എന്തിനാണ് നാട് വിട്ട് ഓടിപ്പോന്നെന്നും എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറായി. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ശരി, രാമുണ്ണിക്ക് ഇഷ്ടമില്ലെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതൊന്ന് വായിക്കൂ. എന്താണിത്? പുറപ്പെടുന്നതിന് മുമ്പ് രാമുണ്ണി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇല്ല, കളവാണിത്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ കളവാണ്. പച്ചക്കള്ളം. രാമുണ്ണി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവാളിയും സ്വന്തം കുറ്റമേറ്റ് പറയില്ല. എന്നെ വിശ്വസിക്കും. അന്ന് നീ പറഞ്ഞ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ജയന്തി ഇത്ര വിഡ്ഢിയാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴെങ്കിലും സത്യം പറയൂ. ഭയപ്പെടണ്ട. നീ ചെയ്ത കുറ്റം എത്ര വലുതാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. പറയൂ, ശ്രീദേവി കുഞ്ഞമ്മയാണോ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ല. പിന്നെ ആരാണ്? എന്തിനാണ് നീ ഓടിപ്പോന്നത്? മുഴുവൻ എനിക്കറിയണം. പറയാം. അന്ന് അമ്മ ഒന്നിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ